അന്ന ഭാഗം 4. ഓർഫണേജിൽ നിന്നും മിന്നുമോളെയും കൂട്ടി വീട്ടിലേക്ക് നടക്കുമ്പോഴും ഓഫീസ് മുറ്റത്ത് വെച്ച് കണ്ട ഫെലിക്സിൻ്റെ മുഖമായിരുന്നു അന്നയുടെ മനസ്സിൽ. പുതിയ ജോലിയെപ്പറ്റിയുള്ള അമലാമ്മയുടെ ചോദ്യങ്ങൾക്കൊക്കെ യാന്ത്രികമായി മറുപടി പറഞ്ഞുകൊണ്ട് അന്ന ഓർഫണേജിൽ നിന്നും ഇറങ്ങി. അയാൾ എന്തിനു വേണ്ടിയായിരിക്കും അവിടെ വന്നതെന്ന സംശയം അവളെ അപ്പോഴും അലട്ടുകയായിരുന്നു. ഫെലിക്സിന് മാളിയേക്കൽ കൺസ്ട്രക്ഷൻസുമായി എന്താണ് ബന്ധം? വല്ല ബിസിനസ് ആവശ്യങ്ങൾക്കോ മറ്റോ വന്നതാണെങ്കിലോ? അതോ ഇനി അയാൾ അവിടെ ആയിരിക്കുമോ ജോലി ചെയ്യുന്നത്? മനസ്സിൽ തിങ്ങി നിറഞ്ഞ സംശയങ്ങളുടെ ഓളങ്ങൾ ഒരു തിരമാല പോലെ അന്നയിൽ അലയടിച്ചു. കഴിഞ്ഞ 5 വർഷങ്ങൾ അവൾക്ക് നഷ്ടപ്പെട്ട അവളുടെ ജീവിതം, അവളുടെ സ്വപ്നങ്ങൾ, സമൂഹത്തിൽ നിന്നും സ്വയം ഏറ്റുവാങ്ങേണ്ടി വന്ന അപമാനങ്ങൾ, അതിനെല്ലാം കാരണക്കാരനായവനെ വീണ്ടും അവളുടെ കൺമുന്നിൽ. അവളുടെ ഹൃദയമിടിപ്പ് നിയന്ത്രണാതീതമായി വർദ്ധിച്ചു. ദൈവത്തിന് ഇനിയും എന്നെ പരീക്ഷിച്ച് മതിയായി കാണില്ല എന്ന് അവൾക്ക് തോന്നി. അവൻ ഒരു നിമിഷം പോലും ഇനി തൻ്റെ കൺമുന്നിലോ ഓർമ്മകളിലോ വരാതിരിക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ വിധി അന്നയുടെ ജീവിതത്തിലെ അടഞ്ഞ അധ്യായം വീണ്ടും തുറക്കുകയായിരുന്നു. പുതിയ കൂട്ടിച്ചേർക്കലുകൾ. തുടക്കക്കാരിൽ സംഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ ഒഴിച്ചാൽ ഓഫീസിലെ ആദ്യത്തെ ദിവസങ്ങളെല്ലാം വളരെ നന്നായിട്ട് മുന്നോട്ട് പോയി. വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവളായി മാറുകയായിരുന്നു അവൾ. മിന്നുമോളുടെ ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചപ്പെട്ട് അവൾ സ്കൂളിൽ പോയി തുടങ്ങി. മറ്റു കുട്ടികളുമായിട്ട് പൊരുത്തപ്പെടാൻ തുടക്കത്തിൽ അവൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് തോന്നി. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൾ വളരെ സന്തോഷവതിയായിരുന്നു. ചിലപ്പോൾ എൻ്റെ സങ്കടങ്ങൾക്ക് മുന്നിൽ അവൾ നിശബ്ദയായി സഹകരിച്ചതാകാം. അങ്ങനെ അവൾക്ക് തോന്നി. പിന്നീടുള്ള ദിവസങ്ങൾ അന്നയുടെയും മിന്നുമോളുടെയും ജീവിതം ആനന്ദകരമായിരുന്നു. കിട്ടുന്ന വരുമാനത്തിൽ നിന്നും വീട്ടുചിലവുകളും മോളുടെ പഠന ചിലവുകളുമൊക്കെ മുന്നോട്ടു പോയി. അന്ന് ഓഫീസിൽ വെച്ച് ഫെലിക്സിനെ കണ്ടതിന് ശേഷം അവളവനെ പിന്നീട് കണ്ടിട്ടില്ല. അത് അവളിൽ തെല്ലൊരാശ്വാസം നൽകി. ഡയാനയോട് മാത്രം മിന്നുമോളെ സംബന്ധിച്ചും ഓർഫണേജിലെ കാര്യങ്ങളും മാത്രം പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ ചോദിച്ച് അന്നയെ വിഷമിപ്പിക്കാൻ അവളും തയ്യാറായിരുന്നില്ല. അന്നയെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് അവൾക്ക് സംശയമുണ്ടായിരുന്നു. 6 മാസങ്ങൾ വിജയകരമായി പൂർത്തീകരിച്ചപ്പോൾ അന്നയ്ക്ക് മാളിയേക്കൽ ഗ്രൂപ്പിൽ സ്ഥിര നിയമനം ലഭിച്ചു. ജോലിയിലുള്ള ആത്മാർത്ഥതയും കാര്യനിർവഹണവും അവളെ മറ്റ് എംപ്ലോയീസിൽ നിന്നും വ്യത്യസ്തമാക്കുകയും ചില പ്രധാനപ്പെട്ട ഉത്തരവാദിത്വങ്ങൾ മാനേജ്മെൻറ്റ് അവൾക്ക് നൽകുകയും ചെയ്തു. അന്ന, പെട്ടെന്ന് ഡയാന വിളിക്കുന്നത് കേട്ട് അവൾ കമ്പ്യൂട്ടറിൽ നിന്നും അവളുടെ കണ്ണുകൾ പിൻവലിച്ച് എന്താണെന്ന അർത്ഥത്തിൽ നോക്കി. എടി, നിന്നോട് ലോകേഷ് സാറ് അത്യാവശ്യമായി ക്യാബിനിലേക്ക് ചെല്ലാൻ പറഞ്ഞു. എന്താ ഡയാന, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? സംശയത്തോടെ അവൾ തിരക്കി. അറിയില്ലടോ, എന്തോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ആ ശരി, ഞാൻ ചെല്ലട്ടെ. അവൾ ലോകേഷ് സാറിൻ്റെ ക്യാബിനിലേക്ക് നടന്നു. അന്ന, ഞാൻ തന്നെ വിളിച്ചത് ഒരു പ്രധാനപ്പെട്ട ജോലി തന്നെ ഏൽപ്പിക്കാനാണ്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. അന്ന നിറഞ്ഞ ആശങ്കയോടെ ലോകേഷിൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചു. നമ്മുടെ കമ്പനിയുടെ തന്നെ ഡ്രീം പ്രൊജക്റ്റായിട്ടാണ് ഫ്ലോറിസൺ ഇൻ്റർനാഷണലുമായിട്ട് ഇന്ന് നമ്മൾ കരാർ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ ലാഭമാണ് നമ്മുടെ മാളിയേക്കൽ ഗ്രൂപ്പിന് വന്നു ചേരാൻ പോകുന്നത്. സർ, അതുമായിട്ട് എനിക്ക്? അന്നയുടെ ചോദ്യം പൂർത്തീകരിക്കുന്നതിന് മുൻപ് ലോകേഷ് പറഞ്ഞു തുടങ്ങി. ഫ്ലോറിസൺ ഗ്രൂപ്പിൻ്റെ പ്രൊജക്റ്റിന് വേണ്ടിയുള്ള പ്രസൻറ്റേഷൻ അവതരിപ്പിക്കാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് അന്നയെയാണ്. ഗൗരവത്തോടെ അയാൾ പറഞ്ഞു നിർത്തി അന്നയെ നോക്കി. സർ, അവൾ എന്ത് പറയണമെന്നറിയാതെ നിന്നു. കമോൺ അന്ന, യു ക്യാൻ. തനിക്ക് കഴിയും. കഴിഞ്ഞ 6 മാസക്കാലം തൻ്റെ പെർഫോമൻസ് കണ്ട് എനിക്ക് ബോധ്യമായതുകൊണ്ട് മാത്രമാണ് ഇത്രയും വലിയൊരു ഉത്തരവാദിത്വം തന്നെ ഏൽപ്പിക്കാൻ തോന്നിയത്. അയാളുടെ വാക്കുകൾ അന്നയിൽ ആത്മവിശ്വാസം ഉണർത്തി. സർ, സാറിന് എൻ്റെ കീഴിൽ ഇത്രയ്ക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. അവൾ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി ഉറപ്പോടെ പറഞ്ഞു. ഓക്കെ അന്ന, അപ്പോൾ പ്രസൻറ്റേഷൻ തയ്യാറാക്കേണ്ട ഡീറ്റെയിൽസ് ഞാൻ മെയിൽ ചെയ്യാം. പിന്നെ വേണ്ട സഹായങ്ങളൊക്കെ ഡയാന ചെയ്തോളൂ. അതോടൊപ്പം ഒരു കാര്യം കൂടി ഓർക്കുക, ഇനി 10 ദിവസം കൂടി മാത്രമേ ഉള്ളൂ. അന്ന ഒരു നിമിഷം അമ്പരന്നു. 10 ദിവസം കൊണ്ട്? ഈശോയെ, ഇനി അടുത്ത പരീക്ഷണമാണോ ഇത്? അവൾ ഒരു നിമിഷം ആലോചിച്ചു.
പിന്നീടുള്ള ദിവസങ്ങൾ അവൾക്ക് വളരെ തിരക്കുള്ള ദിവസങ്ങളായിരുന്നു. പ്രസൻറ്റേഷന് വേണ്ട തയ്യാറെടുപ്പുകളും മറ്റുമായി അവൾ കൂടുതൽ സമയവും ഓഫീസിൽ ചിലവഴിച്ചു. ഇത് വിജയിച്ചാൽ മാളിയേക്കൽ ഗ്രൂപ്പിനുണ്ടാകുന്ന ലാഭത്തിലുപരി അവളുടെ കരിയറിന് മറ്റൊരു നേട്ടം കൂടിയാകുമെന്നുള്ളത് അവളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. ദിവസങ്ങളോളമുള്ള അവളുടെ കഠിനാധ്വാനം കൊണ്ട് അവൾ പ്രസൻറ്റേഷൻ വളരെ നന്നായി തയ്യാറാക്കി. അതിൽ ഡയാനയുടെ പങ്ക് വളരെ വലുതായിരുന്നു. ലോകേഷ് ക്രോസ് ചെക്ക് ചെയ്ത് ചെറിയ ചില മാറ്റങ്ങളൊക്കെ സജസ്റ്റ് ചെയ്ത ശേഷം അയാൾ അന്നയുടെ കഴിവിനെ പ്രശംസിച്ചു. ഇനി ഇത് ഫ്ലോറിസൺ ഗ്രൂപ്പുമായുള്ള ക്ലയൻറ്റ് മീറ്റിങ്ങിൽ പ്രസൻറ്റ് ചെയ്യണം. അതായിരുന്നു അവളുടെ അടുത്ത കടമ്പ. ഡയാന, എനിക്കിതിന് കഴിയുമെന്ന് തോന്നുന്നില്ലടോ. മേശമേൽ അലക്ഷ്യമായി കിടക്കുന്ന പേപ്പറുകൾ അടുക്കി കയ്യിലേക്ക് വെക്കുന്നതിനിടയിൽ അന്ന അവളോടായി പറഞ്ഞു. അതെന്താ പറ്റാത്തത്? ഡയാന ഒരു അത്ഭുതത്തോടെ അന്നയെ നോക്കി. എന്തോ എനിക്ക് വല്ലാത്തൊരു ടെൻഷനാകുന്നു. ഞാൻ കാരണം ഇനി ഈ പ്രൊജക്റ്റ് എങ്ങാനും ഡ്രോപ്പായാൽ നിനക്കറിയാലോ, ഇപ്പോഴുള്ള ഈ ജോലി കൊണ്ടുള്ള എനിക്കുള്ള അത്യാവശ്യം, അത് നഷ്ടമായാൽ പിന്നെ. അന്ന ആദിയോടെ പറഞ്ഞു. അന്ന, ഇങ്ങോട്ട് നോക്ക്. ഇത് നിന്നെക്കൊണ്ട് സാധിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ ലോകേഷ് സാർ നിന്നെ തന്നെ ഇത് ഏൽപ്പിച്ചത്. അല്ലാതെ ഇത്രയും വലിയൊരു ഡീല് നിനക്ക് തരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ പൊന്നു മോളെ, നീ അതും ഇതുമൊന്നും ആലോചിച്ച് നിൽക്കാതെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യും. ആദ്യം തന്നെ നിൻ്റെ കഴിവിൽ നീ വിശ്വസിക്കേ. ഡയാന അവൾക്ക് ആത്മവിശ്വാസം നൽകി. പിന്നെ ഓർമ്മയുണ്ടല്ലോ, നാളെയാണ് ഫ്ലോറിസൺ ഗ്രൂപ്പിന് മുന്നിൽ പ്രൊജക്റ്റ് പ്രസൻറ്റ് ചെയ്യേണ്ടത്. നാളെ നീ നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങി വാ. അവരൊക്കെ ഒന്ന് കാണട്ടേടി നിൻ്റെ ഗ്ലാമർ. ഡയാന തമാശ രൂപേണ പറഞ്ഞു. പോടി അവിടുന്ന്, ഇതൊക്കെ കണ്ടാൽ മതി. അന്ന കപട ദേഷ്യത്തിൽ അവളുടെ തോളിലേക്ക് കൈകൾ അമർത്തി. അടുത്ത ദിവസം ഫ്ലോറിസൺ ഗ്രൂപ്പിന് വേണ്ടിയുള്ള പ്രസൻറ്റേഷൻ അവൾ അതിസാമർഥ്യത്തോടെ ക്രിയേറ്റീവായി അവതരിപ്പിച്ചു. മീറ്റിങ്ങിനായി വന്നവരുടെ എല്ലാം ശ്രദ്ധ അന്നയിലായിരുന്നു. അവളുടെ അവതരണ ശൈലിയും സംസാരവും അതിലുപരി വളരെ സിമ്പിളായിട്ടുള്ള പെരുമാറ്റവും എല്ലാം അവർക്ക് പ്രിയപ്പെട്ടതായി. അവസാനം ഫ്ലോറിസൺ ഗ്രൂപ്പ് അവരുമായി കൈകോർത്തു. ഇതിലൂടെ മാളിയേക്കൽ ഗ്രൂപ്പിലെ സ്റ്റാഫുകൾക്കിടയിൽ അന്നയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനം ലഭിച്ചു. ഇത്രയും വലിയൊരു സാമ്പത്തിക ലാഭം കൈവരിച്ചതിൻ്റെ ഭാഗമായി മാനേജ്മെൻ്റ് അടുത്തുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ച് സ്റ്റാഫുകൾക്കായുള്ള ഒരു പാർട്ടി ഓർഗനൈസ് ചെയ്തു. ചില പ്രധാനപ്പെട്ട ഫയലുകൾ ഏൽപ്പിക്കാനായി ലോകേഷിൻ്റെ ക്യാബിനിലേക്ക് വന്നതായിരുന്നു അന്ന. ക്യാബിനിൽ നിന്ന് തിരികെ ഇറങ്ങാനായി പോയ അവളെ ലോകേഷ് പിറകിൽ നിന്ന് വിളിച്ചു. അന്ന, നാളത്തെ പാർട്ടിയുടെ കാര്യം ഓർമ്മയുണ്ടല്ലോ? ചെറു പുഞ്ചിരിയോടെ അയാൾ ചോദിച്ചു. സർ, അത്. അവൾക്ക് പെട്ടെന്ന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. പാർട്ടി എന്തായാലും ഈവനിങ് ആയിരിക്കും. കഴിയുമ്പോൾ ഒരുപാട് ലേറ്റാകും. മോളെ തനിച്ചാക്കി പോകാനും പറ്റില്ല. അന്ന ഒരു നിമിഷം ചിന്തിച്ചു. ഒരുപാട് ലേറ്റായി വീട്ടിലെത്തിപ്പെടാൻ പാടാണ്. അവൾ മറുപടി പറഞ്ഞു. അതിനെന്താ, ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യാം. അല്ലെങ്കിൽ തന്നെ ഡയാനയുണ്ടല്ലോ, അയാൾ ചോദിച്ചു. സർ, അത് പിന്നെ. അവൾ എന്ത് പറയണമെന്നറിയാത്ത അവസ്ഥയിലായി. മാളിയേക്കൽ ഗ്രൂപ്പിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട ഹയർ ഒഫീഷ്യൽസും പങ്കെടുക്കും. ഇവരെയൊക്കെ മീറ്റ് ചെയ്യാനും പരിചയപ്പെടാനുമൊക്കെ അന്നയ്ക്ക് കിട്ടുന്ന ഒരേ ഒരു അവസരമാണിത്. അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മാളിയേക്കൽ ഗ്രൂപ്പിൻ്റെ MDയും പങ്കെടുക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. തന്നോടുള്ളൊരു താല്പര്യം കൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. വ്യക്തമായൊരു മറുപടി അയാൾക്ക് കൊടുക്കാനാകാതെ അന്ന ക്യാബിനിൽ നിന്നും പുറത്തിറങ്ങി. എന്താടി ലോകേഷ് സാറുമായിട്ടൊരു അടക്കം പറച്ചിൽ? പിന്നിൽ നിന്ന് ഡയാനയുടെ കളിയാക്കൽ കേട്ടാണ് അവൾ തിരിഞ്ഞു നോക്കിയത്. പോടി അവിടുന്ന്, അയാൾ ഡീസൻ്റാ. അയാളൊരു പാവാണ്. പുള്ളി അവിവാഹിതനല്ലേ? നിനക്ക് വേണ്ടി ആലോചിച്ചൂടെ? അന്ന തമാശ രൂപേണ ഡയാനയോട് ചോദിച്ചു. എൻ്റെ പൊന്നു മോളെ, അല്ലെങ്കിൽ ഒരു അന്യജാതിക്കാരനെ കെട്ടാൻ എൻ്റെ അപ്പം സമ്മതിക്കില്ല. അതുമല്ല, അയാൾ എൻ്റെ ടൈപ്പും അല്ലടി. ഒരു മൊരടനാ. ഡയാന കുസൃതിയോടെ അന്നയുടെ കവളിൽ നുള്ളി. എടി അന്നെ, നീ അറിഞ്ഞോ? നാളെ പാർട്ടിക്ക് നമ്മുടെ മാളിയേക്കൽ ഗ്രൂപ്പിൻ്റെ MD ഉണ്ടാവും. ഞാൻ അറിഞ്ഞിരുന്നു. പക്ഷെ ഡയാന, എനിക്ക് വരാൻ പറ്റില്ല. അതെന്താ? മിന്നുമോളുടെ കാര്യം കൊണ്ടാണോ? എങ്കിലും അവളെ നമുക്ക് എന്നത്തെയും പോലെ അമലാമ്മയുടെ അടുത്താക്കാം. കുറച്ചു നേരം കൂടി അവൾ അവിടെ നിൽക്കട്ടെ. വൈകിയാലും നീ അവളുടെ അടുത്തേക്കല്ലേ പോകുന്നേ. പിന്നെ ഈ പാർട്ടി എല്ലാവരും ഒരുമിച്ച് മീറ്റ് ചെയ്യാനുള്ള ഒരേ ഒരു അവസരമാണ് അത്. ഡയാന, ഈ കാര്യം തന്നെയാണ് ലോകേഷ് സാറും എന്നോട് പറഞ്ഞത്. പക്ഷേ ഒരു പക്ഷേയുമില്ല.
നീ വരും, നമ്മൾ പോകും, ഓക്കെ? ഡയാന ഉറപ്പിച്ച് പറഞ്ഞു. ആ പിന്നെ എടി, ഞാൻ MDയുടെ കാര്യം മുഴുവൻ പറഞ്ഞില്ലല്ലോ. ഒരു കഥ പറയാൻ പോകുന്ന ലാഘവത്തോടെ ഡയാന തയ്യാറായി. ആളൊരു സ്മാർട്ടാണ്, ഹാൻസം, കുറച്ച് ദേഷ്യക്കാരൻ കൂടിയാണെന്നാണ് കേട്ടത്. മഹാഗൗരവക്കാരനും. ചൂടനൊക്കെ ആണെങ്കിലും കാണാൻ ഒടുക്കത്തെ ലുക്ക. കഴിഞ്ഞ ആനുവൽ മീറ്റിങ്ങിനാണ് ഞാൻ ആദ്യമായി കാണുന്നത്. US മറ്റോ ആണ് പഠിച്ചത്. വലിയ പ്രായമൊന്നുമില്ല, അവിവാഹിതനാണ്. പിന്നെ സ്ത്രീ വിഷയത്തിൽ ആൾ സ്വല്പം മോശമാണെന്നാണ് പറയുന്നത്. എത്രയൊക്കെ ആണെങ്കിലും അയാളുടെ അമ്മച്ചിയുടെ മുൻപിൽ പൂച്ചക്കുട്ടിയാണ് പോലും. ഡയാനയുടെ നിർത്താതെയുള്ള സംസാരങ്ങൾ കേട്ട് അന്ന വാപൊളിച്ചിരിക്കുകയാണ്. അല്ലടി, നീ ഈ ന്യൂസൊക്കെ എവിടുന്നാണ് സംഘടിപ്പിക്കുന്നത്? അന്ന അമ്പരന്നുകൊണ്ട് ചോദിച്ചു. എൻ്റെ മോളെ അന്നക്കുട്ടി, നീ എന്താ എന്നെപ്പറ്റി വിചാരിച്ചിരിക്കുന്നത്? അവൾ തുടർന്നു. പുള്ളിക്കാരൻ്റെ പപ്പ ജോർജ് മാമനായിരുന്നു ഈ കമ്പനിയുടെ മുതലാളി. ഇന്ന് ഈ കാണുന്ന മാളിയേക്കൽ ഗ്രൂപ്പിൻ്റെ വളർച്ചയ്ക്കെല്ലാം കാരണക്കാരൻ അയാളാണ്. കഴിഞ്ഞ 2 വർഷം മുൻപ് ഒരു ആക്സിഡൻറ്റിൽ അയാൾ മരിച്ചു. പിന്നെ അയാളുടെ ഭാര്യയാണ് ബിസിനസ്സൊക്കെ നോക്കുന്നത്, ആലീസ് മാമൻ മാളിയേക്കൽ. അന്നയുടെ മനസ്സിൽ നേരിയൊരു ഞെട്ടൽ അനുഭവപ്പെട്ടു. അത് മറച്ചുവെച്ച് അവൾ ഡയാനയുടെ വാക്കുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. നിനക്കറിയോ, ആലീസ് മാഡം നല്ലൊരു സ്ത്രീയാണ്. ഒരു സാധാരണക്കാരിയെപ്പോലെയാണ് പെരുമാറ്റം. ഇത്രയും വലിയൊരു കമ്പനിയുടെ ഉടമയാണെന്ന് കണ്ടാൽ പറയില്ല. എനിക്ക് നേരിട്ടറിയാം. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവരുടെ കൂടെ നിൽക്കാനുമൊക്കെ ഒരു പ്രത്യേക മനസ്സുണ്ട് അവർക്ക്. ചിലപ്പോൾ അവരുടെ മനസ്സായിരിക്കും ഈ വളർച്ചയ്ക്കൊക്കെ പ്രധാന കാരണം. ഡയാന അഭിമാനത്തോടെ പറഞ്ഞു നിർത്തി. അവൾക്കറിയില്ലല്ലോ, ആ സ്ത്രീയുടെ നല്ല മനസ്സ് നേരിൽ കാണാനും അനുഭവിക്കാനും സാധിച്ച ഒരാളാണ് ഞാനെന്ന്. അന്നയുടെ മനസ്സ് അവൾ അറിയാതെ അന്നുണ്ടായ സംഭവങ്ങളിലേക്ക് സഞ്ചരിച്ചു. എടി, നീ എന്താ സ്വപ്നലോകത്താണോ? ഡയാനയുടെ ചോദ്യം അവളെ ചിന്തയിൽ നിന്ന് ഉണർത്തി. ഓഫീസ് വിട്ട് ഡയാനയുടെ കാറിൽ അവൾ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. ലോകേഷ് സാറും ഡയാനയും പാർട്ടിയെപ്പറ്റി പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്നും മുന്നോട്ട് മാളിയേക്കൽ ഗ്രൂപ്പിലുള്ള അവളുടെ ലൈഫിന് ഇത് ആവശ്യമാണെന്നും അവളുടെ മനസ്സ് പറഞ്ഞു. മിന്നുമോളെ അമലാമ്മയുടെ അടുത്താക്കി അവൾ പാർട്ടിക്ക് പോകാൻ തീരുമാനിച്ചു. ഹോട്ടൽ ലീ മെറിഡിയൻ്റെ പച്ച പുൽത്തകിടി വിരിച്ച ഫംഗ്ഷൻ ഏരിയയിലേക്ക് നടന്നപ്പോൾ അന്നയ്ക്ക് മറ്റേതോ ലോകത്താണ് താനെന്ന് തോന്നി. അവളുടെ ജീവിതത്തിൽ തന്നെ പുതിയൊരനുഭവങ്ങളിലൊന്നായിരുന്നു അത്. ആകാശനീല നിറത്തിൽ വെള്ളപ്പൂക്കൾ തുന്നിയെടുത്ത ഒരു സാരിയിൽ ആർഭാടങ്ങളൊന്നുമില്ലാത്ത ഒരു സാധാരണ വേഷമായിരുന്നു അന്നയുടേത്. ചമയങ്ങളൊട്ടുമില്ലാത്ത ആ മുഖം നിലാവിൽ നക്ഷത്രങ്ങളുടെ പ്രഭയേറ്റ് വെട്ടിത്തിളങ്ങി. അവളുടെ ഇടതൂർന്ന കോലൻ മുടിയിഴകൾ ഇളം കാറ്റിൽ ഇരുവശത്തേക്കും പാറിപ്പറന്നു. ആരും കൊതിക്കുന്ന വശ്യമായ സൗന്ദര്യമാണവൾക്ക്. അതായിരിക്കാം എല്ലാവരും അവളിലേക്ക് ആകർഷിക്കപ്പെടുന്നതിൻ്റെ കാരണം. ഫംഗ്ഷൻ ഏരിയയിലേക്ക് വന്ന അവളുടെ കണ്ണുകൾ നാലുപാടും വീക്ഷിച്ചു. ചുറ്റും കെട്ടിയ അലങ്കാര ബൾബുകളാൽ ഒരു പ്രത്യേകതരം പ്രകാശപൂരിതമായിരുന്നു അവിടം. ഒരു സൈഡിലായി തറനിരപ്പിൽ നിന്നും സ്വല്പം ഉയർന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു ട്രൂപ്പ് വെസ്റ്റേൺ മ്യൂസിക് ആലപിക്കുന്നു. മറ്റൊരു സൈഡിൽ വിവിധ തരം ഫുഡുകളും ഹോട്ട് ആൻഡ് കോൾഡ് ബീവറേജസും. കമ്പനിയിലെ ഒട്ടുമിക്ക സ്റ്റാഫുകളും അവരുടെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്. ഡയാന വന്നിരുന്ന കാറ് വഴിയിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ആയി. അവൾ മറ്റൊരു ടാക്സി എടുത്ത് വരുന്നുണ്ടെന്ന് ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നു. പരിചയമുള്ള അധികം ആരെയും കാണാൻ സാധിച്ചില്ല. ലോകേഷ് സാർ ഇടയ്ക്ക് വന്ന് കുറച്ചു നേരം സംസാരിച്ചിട്ടൊക്കെ പോയി. അവൾക്കവിടെ തീർത്തും ഒറ്റപ്പെട്ടതുപോലെ തോന്നി. ലഹരിയുടെ ശക്തിയിൽ ചില കണ്ണുകൾ അവളുടെ ശരീരത്തെ കൊത്തിവലിച്ചു. ചില പൂവൻ കോഴികൾ പരിചയപ്പെടാനെന്ന വ്യാജേന അവളെ സമീപിച്ച് പഞ്ചാരയടിക്കാൻ തുടങ്ങി. ഓഫീസിലെ തന്നെ ചില ലേഡി സ്റ്റാഫുകൾ ലഹരി പകർന്ന ഗ്ലാസുകൾ ചുണ്ടോടടുപ്പിക്കുന്നത് അവൾ അത്ഭുതത്തോടെ നോക്കി. എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് ഒരു മൂലയിൽ അന്ന ഒതുങ്ങി നിന്നു. താൻ തീർത്തും ഒറ്റപ്പെട്ടതുപോലെ തോന്നി അന്നയ്ക്ക്. ഓ, ഇവളിതെവിടെ പോയി കിടക്കുന്നു? ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ ഒട്ടും എടുക്കുന്നുമില്ല. ഫോണിൽ ഡയാനയുടെ നമ്പർ അമർത്തി അന്ന പിറുപിറുത്തു. കുടിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് സോഫ്റ്റ് ഡ്രിങ്ക്സ് നിറച്ച് തിരിഞ്ഞപ്പോൾ ഫംഗ്ഷൻ ഹാളിൻ്റെ എൻട്രൻസിൽ നിന്നും മുന്നോട്ട് നടന്നു വരുന്ന ഡയാനയെ കണ്ട് അന്ന ആശ്വാസത്തോടെ അവളുടെ നേരെ നടന്നു. പെട്ടെന്ന് ഒരു നിമിഷം അന്നയുടെ ശ്രദ്ധ മാറി.
എതിരെ നടന്നു വന്ന ആളുടെ ദേഹത്ത് ശക്തിയായി ഇടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ കയ്യിലിരുന്ന ഗ്ലാസ്സിലെ ജ്യൂസ് അയാളുടെ ദേഹത്തേക്ക് തെറിച്ചു വീണു. ഗ്ലാസ് ശക്തിയായി നിലത്തേക്ക് വീണ് ചിന്നിച്ചിതറി. അന്ന പരിഭ്രമത്തോടെ അയാളിലേക്ക് നോക്കാൻ മുഖമുയർത്തിയതും കാത് പൊട്ടുന്ന ശബ്ദത്തിൽ അയാളുടെ ബലിഷ്ഠമായ കൈപ്പത്തി അന്നയുടെ കവിളിൽ പതിച്ചു. അടിയുടെ ആഘാതത്തിൽ അവൾ പിന്നിലേക്ക് വീണു. പിന്നിൽ നിന്ന് ഇതെല്ലാം കണ്ടു ഭയത്തോടെ ഓടിവന്ന ഡയാനയുടെ ചുണ്ടുകൾ നിശബ്ദമായി മന്ത്രിച്ചു, ഫെലിക്സ് മാമൻ. തുടരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.